ഒരു നാസ്തികനാവുക എന്ന് പറയുന്നത് ഒരുമാതിരി ബോധമുള്ളവർക്കൊക്കെ വലിയ എളുപ്പമാണ് യഥാർത്ഥത്തിൽ, അനുകൂല സാഹചര്യങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ. കാരണം അതിന്റെ തിയറി പേപ്പറൊക്കെ ഫുൾ മാർക്കോടുകൂടി പാസ്സാവാൻ പറ്റും. എന്റെ പ്രശ്നം വെച്ചാൽ പ്രാക്ടിക്കലാണ്. കാരണം നാസ്തികൻ നിങ്ങൾ മൊത്തം പഠിച്ചു കഴിഞ്ഞാലും നിങ്ങൾ ഇറങ്ങി വരുന്നത് മതങ്ങൾക്ക് വലിയ തോതിൽ സ്വാധീനമുള്ള ഇതൊരു വലിയ ഹാൾ എടുക്കേണ്ടിയിരുന്നു കേട്ടോ, ഇത്രയും തിങ്ങി നിറഞ്ഞ ആളുകൾ ഇരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ടൈം. ഞാൻ പറഞ്ഞു വന്നത്, ഒരു നാസ്തികനാവുക എന്നുള്ളത് അതിന്റെ തിയറി പേപ്പർ കിട്ടുക എളുപ്പം, കാര്യങ്ങളൊക്കെ മനസ്സിലാകും, ഒരുമാതിരി ഉള്ളവർക്കെല്ലാം കത്തും. പക്ഷെ ഇത് പ്രാക്ടിക്കൽ വലിയ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ പലരും നാസ്തികരോ സ്വതന്ത്രോ ഒക്കെ ആയതിനു ശേഷം അവർക്കൊരു ആദ്യത്തെ ഒരു 5-6 മാസം ഒരു ഭയങ്കര ബഹളം ഉണ്ടാവും. പൊട്ടാസ്യം സോഡിയം വെള്ളത്തിലിട്ടോണോ ഇങ്ങനെ എന്ന് പറഞ്ഞ് ഇങ്ങനെ നടക്കും. അത് കഴിഞ്ഞൊരു വല്ലാത്തൊരു പ്രശ്നമുണ്ട്. കാരണം അവർ യഥാർത്ഥത്തിലുള്ള യാഥാർത്ഥ്യത്തിന്റെ ഭൂമികയിലേക്ക്, സാമൂഹ്യ യാഥാർത്ഥ്യങ്ങളിലേക്ക് വരുമ്പോൾ താൻ ഈ പറയുന്ന സാധനങ്ങൾക്ക് എങ്ങും തന്നെ വലിയ സ്വീകാര്യതയില്ല എന്നും തന്റെ ചുറ്റുപാടുമുള്ള ആൾക്കാരെല്ലാം തന്നെ മതം തിന്ന് ജീവിക്കുന്നവരാണെന്നും മതം തിന്ന് ജീവിക്കുമ്പോൾ മതേതരവും മതവിരുദ്ധമായ എല്ലാ കാര്യങ്ങളോടും വലിയ തോതിലുള്ള അലർജി ഉണ്ടാവുമെന്ന് മനസ്സിലാക്കുമ്പോൾ നമ്മൾ ഒരുപാട് ബ്രേക്കിലായിരിക്കും. പിന്നെ ക്ലച്ചും ബ്രേക്ക് കൂടെ ചവിട്ടിക്കൊണ്ടേയിരിക്കും. ക്ലച്ച് കരിയും, മനസ്സിലായി. ആക്സിലറേറ്റർ ചവിട്ടാനൊന്നും പിന്നെ പറ്റില്ല. ആരംഭ ശൂരത്വമായി മാറുന്നു. മാർക്സിസ്റ്റ് പാർട്ടിയിലോ CPI-യിലോ ചേരുന്നവൻ അങ്ങനെയില്ല. അവൻ ആദ്യം തുടക്കത്തിലൊരു പ്രശ്നമേ ഉള്ളൂ. ബാക്കിയെല്ലാം കൂടെ കാല് വെച്ചും കൈ വെച്ചും ഇടയ്ക്ക് കയറ്റിയും കയറി പോയി കഴിഞ്ഞാൽ പിന്നെ പണിയും ചെയ്യേണ്ട. അതാണ് അധികാര രാഷ്ട്രീയം എന്ന് പറയുന്നത്. ഇതും തമ്മിലുള്ള വ്യത്യാസം. ഇത് തുടക്കത്തിൽ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവും. ഓഹോ, ഇതാണോ എന്തുവാടേ ഇത്, കല്ലെടുത്ത് കല്ലിനെ അറിയുന്നത്, എന്താണിത്, നമുക്ക് മനസ്സിലായ കാര്യങ്ങൾ. പക്ഷെ അങ്ങനെ അല്ല പിന്നീടുള്ള കാര്യങ്ങൾ. ഇതൊരു ലോങ് ഗെയിം ആണെന്നുണ്ടെങ്കിൽ ഞാൻ ആലോചിക്കുന്നത് എപ്പോഴും, പണ്ട് ഈ പേരെന്താ, ഇർഫാൻ പത്താൻ 2006 തോന്നുന്നു കറാച്ചി ടെസ്റ്റില്, 3ാമത്തെ ടെസ്റ്റില് ഇന്ത്യ ആദ്യം ബാറ്റ് ചെയ്യണം. 5 ദിവസമുള്ള ടെസ്റ്റാണ്. അണ്ണന്റെ ഫസ്റ്റ് ഓവറിൽ 4ാമത്തെ 5ാമത്തെ 6ാമത്തെയും ബോള് സൽമാൻ ഭട്ട്, യൂനുസ് ഖാൻ, യൂസഫ് യുഹാന, മുഹമ്മദ് യൂസഫ് എന്ന് പറയുന്ന പുതിയ 3 സ്റ്റാർ ബാറ്റ്സ്മാൻമാരെ പുള്ളി ഔട്ടാക്കും. ഹാട്രിക് ആണ്. പാകിസ്ഥാൻ 0 റൺസ് 3 വിക്കറ്റ് പോയി. ഇതായിരുന്നു കളി. ഞാൻ എപ്പോഴും ഓർക്കുന്നത്, ഞാൻ എപ്പോഴും ആലോചിക്കുന്ന ഒരു കളിയാണ്. 2006. ചിലപ്പോൾ എനിക്ക് ഈറ് തെറ്റിപ്പോയിട്ടുണ്ടാവാം. കറാച്ചിയിലാണ്, എനിക്കറിയാം, നാഷണൽ സ്റ്റേഡിയം കറാച്ചി. അത് 1ാമത്തെ ഓവറിൽ തന്നെ 3 വിക്കറ്റും പാകിസ്ഥാന് പോവുകയാണ്. പാകിസ്ഥാന്റെ സ്കോർ ബോർഡിൽ 0. പ്രധാനപ്പെട്ട 3 ബാറ്റ്സ്മാൻമാർ പവലിയനിൽ. ഇർഫാൻ പത്താൻ ഹാർഡ്രിക്, അവൻ ഇങ്ങനെ നിൽക്കുകയാണ്. നിങ്ങൾക്കറിയാം ആ ടെസ്റ്റിൽ പിന്നെ എന്താ സംഭവിച്ചെന്നറിയാം? ആ ടെസ്റ്റ് ഇന്ത്യ തോക്കുകയാണ് ചെയ്തത്. തോറ്റത് എങ്ങനെയാണെന്ന് ആലോചിക്കാം. 347 റൺസിനുണ്ട്. വലിയ തോൽവിയായിരുന്നു. അത് നമ്മൾ വിചാരിക്കും ആദ്യം ഇങ്ങനെ 0 റൺസിന് 3 വിക്കറ്റിന് പോയ ഒരു ടീം ആകെ പോയിട്ടുണ്ടാവും എന്ന് പറഞ്ഞ് അത് വെച്ച് ഓഫ് ചെയ്ത് എന്താ സംഭവിച്ചത്? അതിന്റെ സ്കോർ ബോർഡ് എന്റെ ഓർമ്മയിൽ ശരിയാണെങ്കിൽ പാകിസ്ഥാൻ ഒരു 270 സംതിങ് എടുത്തു ഫസ്റ്റ് ഇന്നിംഗ്സിൽ. ഇന്ത്യ ഒരു 230 സംതിങ് എടുത്ു. സെക്കൻഡ് ഇന്നിംഗ്സിൽ പാകിസ്ഥാൻ ഏതാണ്ട് 600 റൺസിന് അടുപ്പിച്ച് ഡിക്ലെയർ ചെയ്തു. 598 7 വിക്കറ്റിന് അങ്ങനെ കണ്ട് ഡിക്ലെയർ ചെയ്തു. ഇന്ത്യ എല്ലാം കൂടെ 100 സംതിങ്ങിനോ അല്ല 200 സംതിങ്ങിനോ ഓൾ ഔട്ടായി. 347 റൺസിന് ഇന്ത്യ ജയിക്കും. 2ാം ഇന്നിംഗ്സിലൊക്കെ ഇർഫാൻ പത്താൻ കിടന്ന് എറിയുന്നു എന്നല്ലാതെ യാതൊരു കാര്യമില്ല. പലപ്പോഴും ഈ നാസ്തികതയിലേക്ക് വരുന്ന ചെറുപ്പക്കാരുടെ കാര്യവും ഈ ഇർഫാൻ പത്താന്റെ ഹാട്രിക്കാണ് എനിക്ക് പലപ്പോഴും ഓർമ്മ വരുന്നത്. ഞാനിത് പറഞ്ഞപ്പോൾ അതൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല. പക്ഷെ അത്ര രസമല്ല കാര്യങ്ങൾ. ഇതല്ല ഒരു രാഷ്ട്രീയ കക്ഷിയുടെ കാര്യം, മനസ്സിലായോ? രാഷ്ട്രീയ കക്ഷികൾ പ്രവർത്തിക്കുന്നത് അവർക്ക് അനുകൂലമായ സാഹചര്യങ്ങളിലാണ്, വാഗ്ദാനങ്ങൾ കൊടുക്കാൻ കഴിയുന്ന അവസ്ഥയിലാണ്. അവർക്ക് പ്രത്യേകിച്ച് ആശയങ്ങളോട് ആഭിമുഖ്യം ഉണ്ടാവേണ്ട കാര്യമില്ല. ഈവൻ ശരിയുടെ കൂടെ നിൽക്കേണ്ട ബാധ്യത പോലും ഇല്ല. ചായ വിൽക്കുന്നവന് കണക്കാണ്. ചായ വിൽക്കുന്നവന് അവൻ എവിടെയാണ് ചായ കൂടുതൽ ആവശ്യമുള്ള സ്ഥലങ്ങളിൽ കൊണ്ടുപോയി വിൽക്കുക എന്നേ ഉള്ളൂ. അല്ലാതെ അവന്റെ സാധനം റെയിൽവേ സ്റ്റേഷനിൽ വിൽക്കുക, അല്ല അതിൽ കൂടുതൽ പള്ളിയിലാണെങ്കിൽ അവൻ അങ്ങോട്ട് പോകും. അതുകൊണ്ടാണ് ഈ മതങ്ങളുടെ നേരെ, മതങ്ങൾ ഒരുപാട് പേര് മതങ്ങളിൽ വിശ്വസിക്കുന്നുണ്ട്, അതുകൊണ്ട് മാർക്സിസ്റ്റ് പാർട്ടിയും CPI ഒക്കെ മതങ്ങളെ പ്രീണിപ്പിക്കുന്നു എന്നൊക്കെ ആളുകൾ പറയുന്നത്. കാരണം അവർക്ക് അങ്ങനെ ഒരു കമ്മിറ്റ്മെന്റ് ഇല്ല. അങ്ങനെ ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ടാകേണ്ട കാര്യമില്ല. ഈ സ്വതന്ത്ര ചിന്തകർ അല്ലെങ്കിൽ നാസ്തികതയൊക്കെ പറയുന്നവര് ഈവൻ മദ്യനിരോധന പ്രവർത്തനവുമായിട്ട് കൂടി കമ്പയർ ചെയ്യാൻ പറ്റില്ല. മദ്യനിരോധനത്തിന് അല്ലെങ്കിൽ ആ പ്രവർത്തനം നടത്താൻ ആരും തന്നെ ഇല്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ഈ പറഞ്ഞോണം വാഗ്ദാനങ്ങളില്ല, സ്വർഗങ്ങളില്ല, നേട്ടങ്ങൾ മുന്നോട്ട് വെക്കുന്നില്ല. നിങ്ങളൊരു മദ്യനിരോധനം കൂടുതൽ ആളുകളിലേക്ക് നിങ്ങൾ ആശയപരമായി പകർത്തി കഴിഞ്ഞാൽ ആളുകൾ വെള്ളമടിക്കുന്ന കുറയും, അവർക്ക് വെളിവുണ്ടായി ജീവിക്കും, കുടുംബത്തിനും സമൂഹത്തിനും ഒരു നേട്ടം ഉണ്ടാകും എന്നല്ലാതെ നിങ്ങൾക്ക് പ്രത്യേകിച്ച് നേട്ടമൊന്നുമില്ല. നിങ്ങളുടെ പഞ്ചായത്തിലുള്ള എല്ലാവരും കുടിക്കാതിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക്
എല്ലാവരും അവരുടെ ക്രിയാശേഷിയും കർമ്മശേഷിയും ആരോഗ്യവും എല്ലാം ശരിയായ രീതിയിൽ വിനിയോഗിക്കുന്നുണ്ടല്ലോ എന്നുള്ള ഒരു ചാരിതാർത്ഥ്യം മാത്രമാണുള്ളത്. നിങ്ങൾക്ക് പ്രത്യേകിച്ച് നേട്ടമൊന്നുമില്ല. ഒരു നാസ്തികനോ ഒരു സ്വതന്ത്ര ചിന്തകനോ ഒരു ശാസ്ത്ര പ്രചാരനോ അത് മാത്രമേ ഉള്ളൂ. വേറെ ഒരു സാധനം ഇല്ല അവിടെ. പക്ഷേ ഒരു മദ്യനിരോധന പ്രവർത്തനം എന്ന് പറയുന്ന വളരെ നിസ്വാർത്ഥമായ ഒരു പ്രവർത്തനം നടത്തുന്നത് അതിന്റെ ശരിതെറ്റുകളിലേക്കെല്ലാം പോകുന്നത് അയാൾക്ക് കിട്ടുന്ന ഒരു എൻവയോൺമെന്റ് പോലും അല്ല നാസ്തികന് കിട്ടുന്നത്. കാര്യം മദ്യം നിരോധിക്കണം എന്നുള്ളത് പൊതുവിൽ ഒന്നുകിൽ സമൂഹം അംഗീകരിക്കുന്നതോ തർക്കിക്കാത്തതോ ആയ ഒരു കാര്യമാണ്. വീട്ടിലെ സ്ത്രീകൾ തർക്കിക്കില്ല, അല്ലെ? പുറത്തുള്ള അല്ലാത്തവർ തർക്കിക്കില്ല. ഈവൻ മദ്യപാന്മാർ പറയും, ഓ കുഴപ്പമില്ല, നിങ്ങൾ പറയുന്നതൊക്കെ ശരിയാണ്. പക്ഷെ എത്തീസത്തിന്റെ കാര്യം അങ്ങനെയല്ല. നിസ്വാർത്ഥമായിരിക്കണം, നേട്ടങ്ങളില്ല എന്ന് മാത്രമല്ല സമൂഹത്തിന്റെ പൊതുബോധത്തിനെതിരാണ്. ഓ എത്ര അങ്ങ് മാറിപ്പോയിരിക്കുന്നു. ഇവിടെയാണ് മാർക്സിസ്റ്റ് പാർട്ടിയും CPI പറയുന്നത് ഞങ്ങളുടെ കൂടെ ഒരുപാട് ആളുണ്ട്, നിങ്ങളുടെ കൂടെ എത്ര പേരുണ്ട്. കളി വേറെയാണ്. വലിയ തോതിൽ വ്യത്യസ്തമായിട്ടുള്ള ഭിന്നമായിട്ടുള്ള വൈരുദ്ധ്യമുള്ള രണ്ട് കാര്യങ്ങൾ തമ്മിലുള്ള കമ്പാരിസൺ ശരിയല്ല. ഒന്ന്, ഒരു രാഷ്ട്രീയ യഥാർത്ഥത്തിൽ മാർക്സിസ്റ്റ് പാർട്ടിയെ കമ്പയർ ചെയ്യേണ്ട BJP ആയിട്ടാണ്, അല്ലെങ്കിൽ തൃണമൂൽ കോൺഗ്രസുമായിട്ടാണ്, അല്ലെങ്കിൽ സമാജ്വാദി പാർട്ടിയായിട്ടാണ്.